ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ കേക്കല്ല, ഇതൊരു സ്പോഞ്ച് കേക്കാണ്. പിന്നെ ഇത് നമ്മളൊരു ചീസ് കൊണ്ടൊക്കെയാണ് ഈ ഒരു ക്രീം ചീസ്, സോഫ്റ്റ് ചീസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. പക്ഷെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ വേർതിരിച്ചിട്ടാണ് ഒരു പാത്രങ്ങളിലോട്ട് ഒന്ന് മാറ്റി ഒഴിക്കുന്നത്. അങ്ങനെ ഇതാ മുട്ടയുടെ വെള്ളം ഒരു പാത്രത്തിലും മഞ്ഞ വേറൊരു പാത്രത്തിലും. അപ്പം ഞാൻ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടയുടെ മഞ്ഞൊക്കെ അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അത് സാരമില്ല, അത് നമുക്ക് സെപ്പറേറ്റ് ആയി വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു വെള്ളം അടുപ്പത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ മേലെ, ആ പാത്രത്തിൻ്റെ മേലെ വേറൊരു പാത്രം വെച്ച് നമ്മൾ ചീസും ബട്ടറും പാലും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മേലെ ഒരു പാത്രം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചീസിന് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അല്ലെങ്കിൽ പിസയിലൊക്കെ ഇടുന്ന ചീസ് പോലത്തെ ചീസല്ല. ഇത് ക്രീം ചീസ് അല്ലെങ്കിൽ സോഫ്റ്റ് ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള ചീസാണിത്. അത് ഞാനൊരു 200 ഗ്രാമോളം ഉള്ള ചീസാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമിന് 1/4 കപ്പോളം ഉള്ള പാല്, തിളപ്പിക്കാത്ത പാലോ തിളപ്പിച്ച പാലോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എടുക്കുന്ന പാല് റൂം ടെമ്പറേച്ചറിലാവണമെന്ന് മാത്രം. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളമുള്ള ബട്ടറാണ്. ഇത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടത്, പക്ഷെ അത് ഒത്തിരി ഞാനൊന്ന് സ്കൂപ്പ് ചെയ്തപ്പോൾ വന്നതുകൊണ്ട് അത് 2 ടേബിൾ സ്പൂണുണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു വെള്ളം താഴെ പാത്രത്തിൽ ചൂടായി വരുന്തോറും നമ്മുടെ ഈ മേലത്തെ പാത്രവും ചൂടാവുമല്ലോ. അപ്പോൾ ആ ചൂടിൽ ഇത് നന്നായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്യും. ഇതല്ലാതെ അടുപ്പത്ത് നേരിട്ടിട്ട് തന്നെ വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും ഇളക്കി വരരുത് കേട്ടോ. അന്നേരം പിരിഞ്ഞ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇടേണ്ട ഫ്ലെയിമിൻ്റെ അളവെന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സ്, അതായത് ബട്ടറും ക്രീമും ചീസും, അതായത് സോഫ്റ്റ് ചീസൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു. നമുക്ക് ഇനി കുറച്ച് വലിയ ചൂട് നമുക്ക് വേണ്ട, ചെറുതായിട്ടൊരു ചൂട് ഇരുന്നോട്ടെ. അപ്പോൾ വലിയ ചൂട് മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കണം. ഇത് മൈദപ്പൊടിയാണ്. സാധാരണ കേക്കുകൾക്കൊക്കെ നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് തന്നെയല്ലേ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഇനി മൈദപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പോളമുള്ള മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൈദയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് മൈദ ചേർക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ നേരിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു കയ്യിലോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഒരു 4 മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ മുട്ടയുടെ മഞ്ഞ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ മുട്ട പൊട്ടാതൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു അളവ് അറിയായിരുന്നു. ആദ്യം 1 ഇടാം, പിന്നെ 2 ഇടാം, അങ്ങനെ 4 വരെ ഇടാം. ഇതിപ്പം ഞാൻ മുട്ട പൊട്ടിച്ച് തന്നെ മുട്ടയുടെ മഞ്ഞ ആകെ പൊളിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് അളവൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു നമുക്കൊരു 3 ബാച്ചായിട്ട് ഒഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയുടെ മഞ്ഞ എല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്ത് ക്രീം, ചീസ്, അതുപോലെ ബട്ടറും മുട്ടയുടെ മഞ്ഞയൊക്കെ കൂടെ മിക്സായി അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയാണ് ബാക്കി ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇതുപോലത്തെ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ലോ സ്പീഡിൽ 1 മിനിറ്റോളം, ഏറ്റവും താഴത്തെ, അതായത് 1 ആയിരിക്കും, 1ൽ നമുക്കിത് ഏറ്റവും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. 1 മിനിറ്റോളം അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ 1 മിനിറ്റ് നിർത്താതെ ലോ സ്പീഡിൽ അടിച്ചു. ഉടനെ തന്നെ ഞാനത് ഹൈ സ്പീഡിലോട്ട് മാറ്റിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് പതഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഈ ഒരു പതയല്ല കേട്ടോ, നന്നായിട്ടൊരു സ്റ്റിഫ് ആവുന്ന ഒരു പത വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് ചേർക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പീഡിൻ്റെ കാര്യം ബീറ്ററിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രത്തോളം നമ്മൾ മുട്ട പതപ്പിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് സോഫ്റ്റും നല്ല സ്പോഞ്ചി ആയിട്ടും വരും. അപ്പോൾ ഇത് ബീറ്ററിലാണ് ഏറ്റവും നല്ലത് ചെയ്യാനായിട്ട്. ഇപ്പം മിക്സിയിൽ അത് ചെയ്തെന്നാൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് നല്ലൊരു സ്റ്റിഫ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇത്രയും പോരാട്ടോ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. അതിന് മുൻപ് നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളം നാരങ്ങയുടെ നീര്, ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയുടെ നീര് ചേർക്കുക. ഇനി അതല്ല, നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം 1/2 ടീസ്പൂണോളം വിനാഗിരി അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ മൊത്തം 1/4 കപ്പോളം ഉള്ള പഞ്ചസാര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് തട്ടരുത്. നമുക്ക് ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ 5 മിനിറ്റോളം അടിച്ചെടുത്തു. അതാ നല്ല പീക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ബീറ്റർ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ നല്ല വടി പോലെ നിൽക്കണം. ആ പതയൊന്നും ഇങ്ങനെ ഊർന്ന് പോവോ തളർന്ന് പോവോ ഒന്നും ചെയ്യരുത്. നല്ല സ്റ്റിഫായിട്ട് നിൽക്കണം. ഇതാണ് മുട്ടയുടെ കണ്ടോ നല്ലൊരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ട് മുട്ടയുടെ വെള്ള, ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന വെള്ള എല്ലാം കൂടെ ഒരുമിച്ച് തട്ടരുത്. നമുക്ക് എല്ലാം വളരെ പതുക്കെ ബാച്ചായിട്ട് 2, 3, 4 തവണ നിങ്ങൾ ബാച്ചാക്കി ഇട്ടാലും മതിയാവും. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് തട്ടേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പരുവം വരത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം അല്പം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വളരെ പതുക്കെ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ്. കണ്ടോ നല്ല എയറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പഫി ആയിട്ടാണ് ഇപ്പോൾ തന്നെ ഇത് വന്നിരിക്കുന്നത്. അത് മുട്ടയുടെ വെള്ളം അങ്ങനെ അടിച്ചു കൊടുത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു കേക്കിൻ്റെ പാത്രത്തിലോട്ട് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഞാൻ അല്പം ബട്ടർ ഒന്ന് പുരട്ടിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. നന്നായിട്ട് തന്നെ എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതിയാവും, എണ്ണയോ ബട്ടറോ എന്തെങ്കിലും. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിൻ്റെ അകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററും കേക്കിൻ്റെ ടിന്നും ഒക്കെ റെഡിയാണ്. പിന്നെ ഇതിനൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മളെങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുക, ജസ്റ്റ് അങ്ങ് ഒന്നില്ലെങ്കിൽ ഓവനകത്ത് നമ്മൾ കയറ്റി വയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നമുക്ക് അടുപ്പിൽ തന്നെ ഗ്യാസ് അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് അങ്ങനെ നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട്, ക്രീം ചീസ് ചേർക്കുന്നുണ്ട്. ഈ ക്രീം ചീസ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഓവനിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ വെക്കുന്ന ചൂട് കൊണ്ട് ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു വാട്ടർ ബാത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യാനുണ്ട്. അത് പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. വാട്ടർ ബാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാത്രം, കേക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രം വേറൊരു പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കും. എന്നിട്ട് ആ പാത്രത്തിൽ ഇതുപോലെ നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഇങ്ങനെ ഒഴിക്കുന്നത് വഴി നമ്മുടെ ഈ ഒരു കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഓവൻ്റെ ചൂട് കൊണ്ടിട്ട് ഈ ഒരു കേക്കിൽ എന്താ പറയുക ക്രാക്ക് വീഴോ വിള്ളൽ വീഴോ അല്ലെങ്കിൽ കേക്ക് ഡ്രൈ ആയി പോകുകയൊന്നും ചെയ്യില്ല. പക്ഷെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല തിളച്ച് ചൂടുള്ള വെള്ളമാവുക. അപ്പോൾ ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ആദ്യം ഇത് കുറച്ച് പുലിവാല പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഈ ഒരു ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീഹീറ്റ് ചെയ്യൊന്നും വേണ്ട ഓവൻ.
ആദ്യം ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ആ 160 എന്നുള്ളത് ഉടനെ തന്നെ നമ്മളൊരു 140 കുറച്ചിട്ട് ഒരു 30 മിനിറ്റ്സും കൂടെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഓവൻ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റോളം ഓഫ് ചെയ്തിട്ടുള്ള ഓവനിൽ തന്നെ വെക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഞാൻ അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പഞ്ചി കേക്ക്. അപ്പോൾ മൊത്തം നമുക്ക് എടുത്തിരിക്കുന്ന സമയം 15, 30, 15 കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം 1 മണിക്കൂർ തന്നെ നമുക്ക് എടുക്കും ഇത് റെഡി ആവാനായിട്ട്. അപ്പോൾ ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇതിനു വേണ്ടി നമുക്കൊരു എന്താ പറയുക, ഒരു ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട. പിന്നെ ഇത് ഓവനിൽ വെക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഓവനിന് പകരം നമ്മൾ സാധാരണ കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്യാൻ അടുപ്പത്തെ കേക്ക് ബേക്ക് ചെയ്യത്തില്ലേ, അതേപോലെ ചെയ്താൽ മതി. പക്ഷേ ഇതൊരു പാത്രത്തിലോട്ട് ഇറക്കി വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. മുട്ട, ചീസ്, ബട്ടർ എന്നൊക്കെ പറഞ്ഞ്, പഞ്ചസാര എന്നൊക്കെ പറഞ്ഞ്, അല്ലാതെ മറ്റുള്ള കേക്കിൻ്റെ പോലെ ഓയിലോ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.